നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടൻ കാറിൽ നിന്നിറങ്ങി ഓടിയപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാ പിന്നീട് പിടിച്ചോണ്ട് വന്നത്. ചേട്ടന്റെ തല സീറ്റിലിടിക്കാതിരുന്നെങ്കിൽ ചേട്ടൻ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ടാവുമായിരുന്നു അല്ലേ ഋഷിയേട്ടാ? അറിയില്ല. എന്തായാലും ഏട്ടന് ഓർമ്മ തിരികെ കിട്ടിയത് ഒരു ഗുഡ് സൈൻ ആയിട്ടാ എനിക്ക് തോന്നുന്നേ. ഓ എനിക്ക് ഏട്ടന് വിശക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, എനിക്ക് വിശക്കണില്ല, എനിക്ക് കളിക്കാനേ പോണ്ടേ. ഓക്കെ, കളിക്കാം. ഇപ്പൊ മരുന്ന് കഴിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. ഇല്ല, എനിക്ക് പോണം. ആ ദേ അവരെത്തി. ഹായ് അച്ഛാ, അമ്മേ. മോനെ സിദ്ധു. അമ്മേ. ഋഷി, എന്താ പറ്റിയത്? സിദ്ധുവിന് ഓർമ്മ തിരികെ കിട്ടിയെന്നും നീ ഇവനും കൂടി അഞ്ജിതയുടെ വീട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഏട്ടന് ഓർമ്മ തിരികെ കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാ. കുറച്ചു നേരത്തേക്ക് ഏട്ടന് ഓർമ്മ തിരികെ കിട്ടി. ഏട്ടൻ പഴയതുപോലെ തന്നെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു. ഫോണിലൂടെ ഏട്ടൻ സംസാരിച്ചപ്പോ അച്ഛനും അത് തോന്നിയില്ലേ? എനിക്കെങ്ങനെ തോന്നി? പിന്നെങ്ങനെ ഇവൻ വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ട സ്ഥിതിയിലായി? അത് ഞങ്ങള് ഋഷി, ബൈക്ക് ഏട്ടൻ ഈ വക ബഹളമൊക്കെ കാണിച്ചോണ്ടാ ഞാൻ ഏട്ടനെയും കൊണ്ട് അങ്ങോട്ട് വരാതെ തിരികെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. അതേതായാലും നന്നായി. സിദ്ധുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ മാനേജ് ചെയ്യാൻ പ്രയാസമായിരുന്നെ. അല്ല, പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ചടങ്ങ് ഭംഗിയായിട്ട് കഴിഞ്ഞു. നീ ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെയല്ലേ, അതുകൊണ്ട് നോക്കാൻ എന്തിരിക്കുന്നു? നീ അവിടെ ഇല്ലാതിരുന്നിട്ടും ഞങ്ങള് വളയിട്ട് കല്യാണം ഉറപ്പിച്ചു. ഒരാളുടെ സന്തോഷം കണ്ടില്ലേ? കുറച്ചു നേരത്തേക്കെങ്കിലും എന്റെ മോനെ ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ. ആ സ്ഥിതിക്ക് ഇനി മോന്റെ അസുഖം വേഗം ഭേദാവും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. കുട്ട, ഋഷിയുടെ കല്യാണത്തിന് മുമ്പ് മോൻ പഴയതുപോലെ ആവണം. ഹരിയേട്ടാ, അവൻ ഓർമ്മ തിരിച്ചു കിട്ടുമോ? കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിൽക്ക്. കുട്ടൻ ദേവിയോട് പ്രാർത്ഥിക്കും. ദേവി, അമ്മേ മഹാമായേ, എന്റെ കുട്ടനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണേ. കേട്ട എന്നും പ്രാർത്ഥിച്ചോ അമ്മയോട്? തൊഴുതോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.